السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وصلى الله على نبينا محمد وآله وصحبه وسلم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. സൂറത്ത് ഹജ്ജ് 26-27 വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامن يأتين من كل فج عميق. وإذ بوأنا لإبراهيم, നാം ഇബ്രാഹിം നബിക്ക് സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം, മക്കാനൽ ബൈത്തി, വീടിൻ്റെ സ്ഥാനത്തെ. അവിടെ ബൈത്ത് എന്നത് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. ആ ഗൃഹത്തെ, ആ വീടിനെ, അള്ളാഹുവിൻ്റെ ഭവനത്തെ, അതിൻ്റെ സ്ഥാനത്തെ നാം സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം ഓർക്കുക. അല്ലാ തുശ്രിക് ബി ശൈആ, എന്നിൽ ഒന്നിനെയും താങ്കൾ ശിർക്ക് വെക്കരുത്, പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞ സന്ദർഭം. അതും ഇബ്രാഹിം നബിയോട് പറഞ്ഞു. ശേഷം വതഹിർ ബൈതിയ ലിത്വാഇഫീന, നീ എൻ്റെ വീട് വൃത്തിയാക്കി കൊടുക്കണം. ലിത്വാഇഫീന, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, വൽ ഖായിമീന, നിന്ന് നമസ്കരിക്കുന്നവർക്ക്, വറുക്കഇ സുജൂദി, റുക്കൂഉലും സുജൂദിലുമായി ആരാധന നിർവഹിക്കുന്ന ആളുകൾക്ക്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, നീ ആളുകളിൽ വിളംബരം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ബിൽ ഹജ്ജി, ഹജ്ജ് കൊണ്ട്, ഹജ്ജിന്റെ വിളംബരം നടത്തണം. യഅ്തൂക റിജാലൻ, അവർ നിന്റെ അടുക്കലേക്ക് കാൽനടയായി വരുന്നതാണ്. വഅലാ കുല്ലി ദാമിരി യഅ്തീന, അതുപോലെ തന്നെ ഒട്ടകപ്പുറങ്ങളിൽ, ലാമിർ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ഒട്ടകപ്പുറങ്ങളിൽ അവർ വരുന്നതാണ്. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂര ദിക്കുകളിൽ നിന്നും, വിദൂര വഴികളിൽ നിന്നും. ഇതാണ് ആയത്തിന്റെ ഒരു അർത്ഥം. വൈദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് കഅബാലയത്തെ ആരാധനയ്ക്കുള്ള സ്ഥലമാക്കി നിശ്ചയിച്ച് നൽകിയതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിലെ പരാമർശം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹനെ മാത്രം ആരാധിക്കാനുള്ള കഅബം അതിനു മുമ്പ് പല നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു ബൈത്തായി, വീടായി അതിനെ നിശ്ചയിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. വഹാദാ ഫീഹി തഖ്രീഉൻ വതൗബീഖുൻ ലിമൻ അബദ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് വലിയ ഒരു ആക്ഷേപം ഇതിലുണ്ട്, താക്കീത് ഇതിലുണ്ട് എന്നാണ് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അശ്റക ബിഹി മിൻ ഖുറൈശ്, ഖുറൈശികളിലെ ശിർക്ക് വെക്കുന്ന ആളുകൾക്കും ഇതിൽ വലിയ അടിയുണ്ട്, അവർക്ക് വലിയ നിന്ദ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അപ്പം കഅബാലയത്തിൽ ഒരുപാട് ആളുകൾ ആരാധിക്കപ്പെട്ടു, പല ബിംബങ്ങളും അവിടെ കൊണ്ടു വെക്കപ്പെട്ടു, പല നിലക്ക് അവിടെ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച സന്ദർഭമുണ്ട്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം നബിക്ക് അത് നിശ്ചയിച്ചു കൊടുത്തത് എന്തിനു വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. വൈദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മകാനൽ ബൈത്തി, ആ ബൈത്തിന്റെ സ്ഥലം അത് ഇബ്രാഹിം നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തു ആരാധനയ്ക്ക് വേണ്ടി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. തഫ്സീറിൽ കാണാം, ഫിൽ ബുഖഅത്തില്ലത്തി ഉസ്സിസത് മിൻ അവ്വലി യൗമിൻ അലാ തൗഹീദില്ലാഹി വ ഇബാദത്തിഹി വഹ്ദഹു ലാ ശരീക ലഹു. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആദ്യമായി ഉണ്ടാക്കപ്പെട്ട പള്ളിയാകുന്നു അത് ബൈത്തുൽ ഹറാം, മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് എന്ന് തഫ്സീറിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തു, ഉണ്ടാക്കി കൊടുത്തു, നിർദ്ദേശം കൊടുത്തു. ഇത് അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആരാധനകൾ ചെയ്യാനുള്ളതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തു എന്നാണ്. ഈ ആയത്തിനെ തെളിവാക്കിക്കൊണ്ടായ പല പണ്ഡിതന്മാരും ആദ്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് തെളിവെടുത്തത്. പിന്നെ ഇബ്രാഹിമ വ അവ്വലു മൻ ബനൽ ബൈത്തുൽ അതീഖ്, പുരാതനമായ ഈ ഗൃഹത്തെ ആദ്യമായി ഉണ്ടാക്കിയത്, നിർമ്മിച്ചത് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് വന്നഹു ലം യുബ്ന ഖബ്ലഹു, അദ്ദേഹത്തിന് മുമ്പ് അത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിവെടുക്കാനുള്ള ആയത്ത് ഇതാണ് എന്ന് കാണാം. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹയ്യു മസ്ജിദിൻ ഉദിയ അവ്വലു, ആദ്യമായി ഉണ്ടാക്കപ്പെട്ട മസ്ജിദ് ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ് ആദ്യമായി അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടത്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, കുൽത്തു സുമ്മ ഐ, പിന്നെ ഏത് പള്ളിയാണ് ആ നിലക്ക് ഉണ്ടാക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് ആണ്, ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസ് ആണ് രണ്ടാമത്തെ പള്ളി എന്ന്. ശേഷം അദ്ദേഹം ചോദിച്ചു, കുൽത്തു കം ബൈനഹുമാ, ആ രണ്ട് പള്ളിക്കുമിടയിൽ എത്ര കാലത്തെ വ്യത്യാസമുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 സന, 40 വർഷത്തെ വ്യത്യാസമുണ്ട്. മസ്ജിദുൽ ഹറം ഉണ്ടാക്കി കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണ് ബൈത്തുൽ മഖ്ദിസ് ഉണ്ടാക്കിയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. മാത്രവുമല്ല ആയത്തിൽ തന്നെ, പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ, ആദ്യമായി അള്ളാഹനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടത് അത് മസ്ജിദുൽ ഹറമാണ് എന്ന് ആയത്തുകളിലും വ്യക്തമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അല്ലാ തുശ്രിക് ബി ഷൈആ, എന്നിൽ ഒന്നിനെയും നീ ശിർക്ക് വെക്കരുത് എന്നാണ്. അപ്പൊ അവിടെ ആരാധിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ, അള്ളാഹനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് ആ ബൈത്തുൽ ഹറം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബിക്ക് കൊടുത്തപ്പോൾ കൊടുത്തൊരു നിർദ്ദേശം. അവിടെ എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. മാത്രവുമല്ല വതഹിർ ബൈത്തി, എൻ്റെ വീട് നീ വൃത്തിയാക്കണം. അവിടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഒരു അർത്ഥം, ഇമാം ഖതാദ, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിമ അവർ രണ്ടുപേരും പറഞ്ഞ അർത്ഥം കാണാം, വതഹിർ ബൈത്തി മിന ശിർക്കി, ശിർക്കിൽ നിന്ന് എൻ്റെ ഈ ഭവനത്തെ നീ വൃത്തിയാക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് നിർദ്ദേശം കൊടുത്തു എന്നാണ്. ലിത്താഇഫീന വൽ ഖായിമീന വറുക്കഇസ് സുജൂദി, ആർക്കൊക്കെ വേണ്ടിയാണ് നീ വൃത്തിയാക്കേണ്ടത്? ലിത്താഇഫീന, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, വൽ ഖായിമീന, നിന്ന് ആരാധന നിർവഹിക്കുന്നവർക്ക്, വറുക്കഇസ് സുജൂദി, സുജൂദിലും റുകൂഇലുമായി ആരാധനകൾ നിർവഹിക്കുന്നവർക്ക് നീ അതിനെ വൃത്തിയാക്കി കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം കൊടുത്തു എന്നാണ്. തവാഫ് നമുക്കൊക്കെ അറിയാം, അവിടെ കഅബാലയത്തിൽ ചെന്നാൽ മറ്റു സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും പ്രത്യേകമായ ഒരു ആരാധനയാണ് തവാഫ് എന്നത്. അവിടെ മാത്രമാണ് തവാഫിനെ നിശ്ചയിച്ചിട്ടുള്ളത്. നമസ്കാരം നമ്മുടെ പള്ളികളിലൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റുമെങ്കിലും തവാഫ് അവിടെ ചെന്നാലേ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തവാഫിനെ മുന്തിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. മറ്റൊന്ന് നമസ്കാരമാണ്. ഖായിമീന എന്ന് പറഞ്ഞത് നിന്നുകൊണ്ട്, അതിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിക്കുക, ആരാധനകൾ നിർവഹിക്കുക. അതും ആ മസ്ജിദുൽ ഹറമിന്റെ പ്രത്യേകതയാണ്. മറ്റു പള്ളികളിലേക്കൊന്നും തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. ആ പള്ളിയിലേക്ക് മാത്രമാണ്
കഅബാലയത്തിലേക്ക് മാത്രമാണ് നമുക്ക് മുൻതിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ആ ഒരു പവിത്രത അതിന് മാത്രമേ ഉള്ളൂ. മറ്റു മസ്ജിദുകൾക്കൊന്നും പള്ളികൾക്കൊന്നും ആ നിലക്കുള്ള ഒരു പവിത്രതയില്ല. അതുകൊണ്ടാണ് രണ്ടാമതായി ഖായിമീന നിസ്കാരത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടായത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കും. ഈ രണ്ട് കാര്യവും മസ്ജിദുൽ ഹറമിലേക്ക് മാത്രമേ പാടുള്ളൂ, ബാക്കിയൊന്നിലേക്കും പാടില്ല. തിരിഞ്ഞ് നമസ്കരിക്കലും അതുപോലെ തന്നെ തവാഫും, ഈ രണ്ട് കാര്യങ്ങളും ആ പള്ളിയിലേക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. മറ്റൊന്ന്, അതല്ലാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവാം, ചില സന്ദർഭങ്ങളിലൊക്കെ അത് മാറിയേക്കാം എന്നും നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഇഷ്തിബാഹുൽ കിബില, കിബില എവിടെയെന്ന് തിരിച്ചറിയാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവാം. ആ സന്ദർഭത്തിൽ ചിലപ്പോൾ കിബില അറിയാത്ത രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ നിസ്കരിക്കേണ്ടി വരും. നമുക്ക് പടിഞ്ഞാറ് അതാണ് എന്ന് തിരിയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമസ്കരിക്കേണ്ടി വരും. ഇന്നൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. വഫിൽ ഹർബി, അതുപോലെ തന്നെ യുദ്ധത്തിന്റെ വേളയിൽ ഒരുപക്ഷെ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ ഒരുപക്ഷെ പറ്റിക്കോണമെന്നില്ല. അവിടെയും ആ നിലക്ക് കിബില മാറി നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ വഫിൻ നാഫിലത്തി ഫി സഫരി, യാത്ര പോകുന്ന സന്ദർഭത്തിൽ വാഹനത്തിൽ വെച്ച് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക. നമ്മൾ നമസ്കരിക്കുന്ന യാത്ര പോകുന്ന സന്ദർഭത്തിൽ സുന്നത്ത് നമസ്കാരം നമുക്ക് കിബില തെറ്റി നിസ്കരിച്ചാലും സ്വീകരിക്കുമെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായമുള്ളത്. മറ്റേത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ഒരു കാര്യം പറഞ്ഞത് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് താങ്കൾ വിളംബരം നടത്തുക എന്നാണ്. ഒന്ന് പറഞ്ഞത് അല്ലാ തുശ്രിക് ബി ഷൈഅ, ഒന്നിനെയും അവിടെ നീ ശിർക്ക് വെച്ച് പുലർത്തരുത്, മറ്റൊന്നിൻ്റെയും പേരവിടെ ചേർക്കരുത്, എൻ്റെ പേരിൽ മാത്രം ആരാധനകൾ നടത്തണം എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞത് കായിമീങ്ങൾക്കും തവാഫ് ചെയ്യുന്നവർക്കും നിസ്കരിക്കുന്നവർക്കുമായി അതിനെ നീ വൃത്തിയാക്കി കൊടുക്കണം, ശിർക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല നിലക്ക് ആരാധനകൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം കൊടുത്തു. മറ്റൊന്ന് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ആളുകളെ ഹജ്ജിന് വേണ്ടി വിളംബരം നടത്തുക, ആളുകളിൽ വിളംബരം നടത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം കൊടുത്തു എന്നാണ്. തഫ്സീറിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞു എന്നാണ്, യാ റബ്ബ് വകൈഫ ഉബല്ലിഗുൻ നാസ വസൗതി ലാ യൻഫുദുഹും, എങ്ങനെയാണ് ഞാൻ ആളുകൾക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക, വിളംബരം നടത്തുക, എൻ്റെ ശബ്ദം അവരിലേക്ക് എത്തുകയില്ലല്ലോ, ലോകത്തിലെ എല്ലാവരിലേക്കും എൻ്റെ ശബ്ദം എത്തുകയില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുക? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു എന്നാണ്, ഫഖീല നാദി വ അലൈനൽ ബലാഗ്, നീ വിളിച്ചു പറയുക, ആളിലേക്ക് എത്തിക്കുക എന്ന പടി എൻ്റെതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തു എന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെയുള്ള ഒരു ജബലിൽ കയറി, ഒരു മലയിൽ കയറി അങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാണ്. ആ വിളിക്കുത്തരം നൽകി ഇന്നും ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്ന റബ്ബക്കും ഖദ് ഇത്തഖദ ബൈതൻ ഫഹജ്ജൂ, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർവഹിക്കാൻ, ആരാധന നിർവഹിക്കാൻ ഒരു വീടിനെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വിളിച്ചു പറഞ്ഞു എന്നാണ്. ആ ഒരു വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഈ കാലം അത്രയും ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നു. വമൻ കതബല്ലാഹു അന്നഹു യഹുജ്ജു ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ പറയും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകൾ ഇന്നും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഇന്ന് വരേക്കുമുള്ള ഇനി അങ്ങോട്ടുള്ള ഹാജിമാരൊക്കെ ആ നിലക്കാണ് ചെല്ലുന്നത് എന്ന് ഹദീസുകൾ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്ന് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, നീ വിളിച്ചു പറയുക, യഅ്തീക റിജാലൻ, ആളുകൾ നിന്നിലേക്ക് കാൽനടയായി വരും, അതുപോലെ തന്നെ വഅലാ കുല്ലി ളാമിരിൻ, എല്ലാ മെലിഞ്ഞ ഒട്ടകത്തിന്മേലുമായി അവർ വരും, യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, വിദൂരമായ സഞ്ചാരപാതകളിലൂടെ അവർ വരുമെന്നാണ്. അപ്പൊ അമീഖ് എന്ന് പറഞ്ഞാൽ വഈദ്, വളരെ വിദൂരമായിട്ടുള്ള, അതുപോലെ തന്നെ ഫജ്ജ് എന്ന് പറഞ്ഞാൽ സഞ്ചാര പാതകളാണ്. ആ പാതകളിലൂടെ, എല്ലാ പാതകളിലൂടെയും വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ നിന്റെ അടുക്കിലേക്ക് വരും. അലാ കുല്ലി ളാമിരിൻ, ളാമിർ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിനാണ് ളാമിർ എന്ന് പറയാം, വെലിഞ്ഞ ശോഷിച്ചു പോയ ഒട്ടകത്തിനാണ് ളാമിർ എന്ന് പറയാം.
കാരണം ആ ഒരു യാത്രയുടെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു പ്രയോഗമെന്നാണ്. അങ്ങനെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒട്ടകപ്പുറത്തൊക്കെ വരുമ്പോൾ ആ ഒട്ടകം അത്രയും വിശ്വസിച്ചിട്ടുണ്ടാവും, അതിന് ആ നിലക്കുള്ള പരിക്കുണ്ടാകും എന്നതുകൊണ്ട് തന്നെ ആ പ്രയോഗം എത്ര വലിയ ദൂരത്ത് നിന്ന് വന്നാലും ആ നിലക്കുള്ളൊരു പ്രയാസമുണ്ടാകും, അതിനെ സൂചിപ്പിക്കുവാനാണ് ആ ഒരു പ്രയോഗം എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഈ ഒരു ആയത്തിനെ തെളിവെടിച്ചുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും അഫ്ളലായ രൂപം ഒരാൾ നടന്നു പോകലാണ് ഹജ്ജിന് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെ യഅ്തൂകരിജാലൻ നടന്നുകൊണ്ട് വരുമെന്നാണ് ആദ്യം പറഞ്ഞത്, പിന്നെയാണ് ഒട്ടകത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ആദ്യം നടന്നു പോക്കാണ് ഏറ്റവും അഫ്ളല് എന്ന് പറയാൻ അവർ തെളിവെടുത്ത ഒരു ആയത്ത് ഇതായിരുന്നു എന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്താണ് ഹജ്ജ് ചെയ്തത്, അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ശക്തി ഉണ്ടായിരുന്നു, ഖുവ്വത്തുണ്ടായിരുന്നു, എന്നിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് ആണ് ആ നിലക്ക് ഹജ്ജ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും ആ നിലക്കൊരു ചർച്ച ഈ ഒരു ആയത്തിൽ നിന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഈ ആയത്തിൽ പറഞ്ഞ യഅ്തൂകരിജാലൻ വഅലാ കുല്ലി ദാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജ് അമീഖ് എന്ന് പറഞ്ഞ ആയത്ത് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരും. ഈ കാലഘട്ടത്തിൽ ആലോചിച്ചാലും ഏത് കാലഘട്ടത്തിൽ ആലോചിച്ചാലും എത്രയോ വിദൂരങ്ങളിൽ നിന്നാണ് ആളുകൾ ഹജ്ജിന് വേണ്ടി ചെല്ലുന്നത്. ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് കഅബ കാണാനും അത് വലം വെക്കാനും അതിലൂടെ അവിടെ ഒന്ന് നമസ്കരിക്കാനും ഒക്കെയുള്ള ആഗ്രഹം. എത്ര ലക്ഷങ്ങൾ കൂടിയാലും എത്ര പൈസ കൂടിയാലും അതൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ എത്താനും ആ നിലക്ക് ആരാധനകൾ ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഹാജറ ബീവിയെയും മകനെയും അവിടെ ഇട്ടേച്ചു പോകുമ്പോൾ ആരുമില്ല, ഒരു കൃഷിയില്ല, എന്താണ് ഇനി വരാൻ പോകുന്നത്, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അത് വലിയ രീതിയിൽ അലട്ടുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു എന്നാണ്, ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, അല്ലാഹുവേ ആളുകളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ നീ ഇങ്ങോട്ടടിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് വളരെ അർത്ഥവത്താണ് എന്ന് പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇന്നും ആളുകൾക്ക് അവിടെ എത്താനും ആ ഹജ്ജ് ചെയ്യാനും അവിടെ നമസ്കരിക്കാനും തവാഫ് ചെയ്യാനും ഒക്കെ ആ മാനസികമായ ഒരു ഒരുക്കം ഈ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് എന്നൊക്കെ നമുക്ക് തഫ്സീറുകളിൽ കാണാം. എന്നിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആ നിലക്ക് ഹജ്ജ് ചെയ്യാനും ആ കഅബത്തിങ്കൽ പോകാനും അവിടെ നമസ്കാരം നിർവഹിക്കുവാനും ഒക്കെയുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകുമാറാവട്ടെ. ആയത്തൊന്നുകൂടി ഓതാം. أعوذ بالله من الشيطان الرجيم. وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. هذا والله أعلم. صلى الله على نبينا محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.